ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കമ്പാലയിൽ ഒന്ന് കറങ്ങാൻ പോവാണ്. ഞാനും ഉണ്ട്, അജിയായും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഫ്ലാറ്റിൽ നിന്ന് നമ്മുടെ എൻട്രൻസിലേക്ക് നടക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഒരു സൗണ്ടിനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ട് നമ്മുടെ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. ഇതാണ് ഉഗാണ്ടയിലെ കബാലഗല. ഇവിടെ ഏറ്റവും കൂടുതൽ എത്യോപ്യൻസ് താമസിക്കുന്ന സ്ഥലം. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യൻസിനെ പോലെ തന്നെ ഇരിക്കും. മുടിയൊക്കെ ആഫ്രിക്കൻസിൻ്റെയാണ്. അവരുടെ സ്കിന്നും കുറച്ച് കളറുണ്ട്, ബ്ലാക്ക് അല്ല, ഏകദേശം ഇന്ത്യൻസിൻ്റെയൊക്കെ സ്കിന്ന് പോലെയാണ്. നമ്മളിവിടെ ഒരു സലൂണിൽ വന്നതാണ്. ഇവർ എത്യോപ്യൻസ് ആണ്. അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്കിന്നിന് നല്ല കളറുണ്ട്, അതുപോലെ തന്നെ ഹെയർ ഉണ്ട് അവർക്ക്. ഉഗാണ്ടൻസിന് ഹെയർ ഇല്ല. ഉഗാണ്ടൻസിൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഒരു 1 ഇഞ്ചൊക്കെ, ഇഞ്ചില്ല, സെൻറ്റിമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവർക്ക് ഹെയറും ഉണ്ട്. നമ്മുടെ അജിയായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്യോപ്യൻ കോഫി കുടിക്കാനായിട്ട് ഒരുങ്ങുവാണേ. എത്യോപ്യൻ കോഫിയുടെ കപ്പാണ്, ചെറിയ കപ്പാണിത്. നമുക്കത് എങ്ങനെ മേക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ആദ്യമായിട്ട് എത്യോപ്യൻ കോഫി കുടിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ഇങ്ങനെയാണ് എത്യോപ്യൻ കോഫി പ്രിപ്പയർ ചെയ്യുന്നത്. കനലിൽ വെച്ചിട്ട് ഇതിനകത്താണ് ഇവർ കോഫി പ്രിപ്പയർ ചെയ്യുന്നത്. ഈ മമ്മയാണ് മേക്ക് ചെയ്യുന്നത്, എത്യോപ്യൻ മമ്മ. ഇത് മാക്സിമം ഈ കപ്പിനകത്ത് ഒരു 50 ml കിട്ടത്തുള്ളേ കോഫി. ഇങ്ങോട്ടൊക്കെ എത്യോപ്യൻസിൻ്റെ ഷോപ്പുകളാണ് ഇതെല്ലാം. ഇതും ഒരു ചെറിയ ഷോപ്പാണ്. ഇത് കണ്ടോ, ഈ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഷോപ്പ്. കോഫി എടുക്കാനുള്ള പ്രിപ്പറേഷനാണ്. അവരിങ്ങനെ എന്തൊക്കെയോ പുകയ്ക്കുന്നുണ്ട്. ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലാണത്. ഇങ്ങനെ പുകയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് കോഫി ഉണ്ടാക്കുന്നത്. മമ്മ കോഫിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നമുക്ക് ഡൈനിങ് ചെയ്യുന്നതെന്ന്. ഇങ്ങനെ എന്തോ കുന്തിരിക്കുവാന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടിൽ പറയില്ലേ, അതൊക്കെ പുകച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഡൈനിങ്ങിൽ. ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നേ. അജിയ ടേസ്റ്റ് ചെയ്യുന്നുണ്ടേ. എന്താ ടേസ്റ്റ് എന്നൊന്നും എനിക്കറിയില്ല, ഞാനും ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര കയ്പാണ്. അവർ ഷുഗർ എക്സ്ട്രാ തന്നിട്ടുണ്ടേ. ഇങ്ങനെ സ്പൂണിലാണ് ഈ കോഫി കുടിക്കുന്നത്. ഞാനും കൂടി ഒന്ന് കോഫി കുടിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നേ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് എത്യോപ്യൻ കോഫി. നമ്മുടെ ബ്രൂ നെസ്കഫയിലെ ക്വാണ്ടിറ്റി കൂടുതൽ ഇട്ടിട്ട് അതിൻ്റെ ഒരു കോഫി കുടിക്കത്തില്ലേ, അതുപോലെ ഭയങ്കര കയ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ല കുടിക്കാനായിട്ട്. ഷുഗർ ആഡ് ചെയ്ത് നോക്കാം കുടിക്കാൻ പറ്റുമോ. സത്യമായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇച്ചിരി ഷുഗർ ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. നമ്മുടെ എത്യോപ്യൻ കോഫിക്കകത്ത് ഞാൻ കുറച്ച് ഷുഗറൊക്കെ മിക്സ് ചെയ്തു. ഇതിനി എങ്ങനെയുണ്ടെന്നൊന്ന് കുടിച്ചു നോക്കാവേ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും തോന്നുന്നില്ല. ഞങ്ങൾ 2 പേരും കുടിക്കുന്നുണ്ട്. 1.5 ഷില്ലിങ്സ്, അതായത് 1500 ഷില്ലിങ്സ് ആണ്. 1500 ഷില്ലിങ്സ് ആണ് ഇതിൻ്റെ പ്രൈസ്. കുടിച്ചാലൊന്നും മുതലാവത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കുടിക്കുക കേട്ടോ. ഒറ്റ വലിക്ക് കുടിക്കാനേ പറ്റത്തുള്ളൂ. കുറച്ചായിട്ട് നമ്മൾ കോഫി കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കര കയ്പാണ്. ഷുഗർ ആഡ് ചെയ്തിട്ടും കയ്പാണ്. ഇവരൊക്കെ എന്ത് വിചാരിക്കുന്നൊന്നും അറിയത്തില്ല, പക്ഷെ പെട്ടുപോയില്ലേ, കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ.
പെടുത്തി അജിയ പെടുത്തി. അയ്യോ ഇത് ഇവര് ഒരു ദിവസം 4 ഫുള്ളാക്കി കേട്ടോ. ഒരു 4 ഗ്ലാസ് ഒക്കെ കുടിക്കും. അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ നമ്മുടെ മസാല ടീ ഒക്കെ പോലെയാണ് ഇവരിത് കുടിക്കുന്നത്. കൊള്ളാൻ, കുഴപ്പമില്ല. ഇനി യാത്ര കിറുകി പോവാൻ നടക്കില്ല കേട്ടോ. നമ്മൾ എത്യോപ്യൻ കോഫിയൊക്കെ കുടിച്ചു. ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ കയറിയിട്ട് തിരിച്ച് നമ്മൾ ഫ്ലാറ്റിലേക്ക് പോവുകയാണേ. നമ്മൾ ബോഡായ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, സേഫ് ബോഡായേ. ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ബോഡ വരാൻ വേണ്ടി നമ്മളിവിടെ റോഡിൽ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ ഒരു എത്യോപ്യക്കാരൻ വന്നിട്ട് പറയാണ്, ഫോൺ സൂക്ഷിക്കണം, സൂക്ഷിച്ച് പിടിക്കണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്ന്. അപ്പോൾ നമ്മൾ ബോഡയ്ക്ക് ഇനി വീട്ടിലേക്ക് പോവുകയാണേ.